നമസ്കാരം ഫ്രണ്ട്സ്. സമയം വെറുതെ കളയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കഥ ഒന്ന് കേട്ടു നോക്കൂ. ഒരിക്കൽ ഭഗവാൻ ബുദ്ധനോട് ഒരു ഭക്തൻ ചോദിച്ചു, മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുറവ് അല്ലെങ്കിൽ കുറ്റം എന്താണ്? ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മനുഷ്യൻ ചിന്തിക്കുന്നു അവൻ്റെ കയ്യിൽ സമയം ഇഷ്ടം പോലെ ഉണ്ടെന്ന്. അതാണ് അവൻ്റെ ഏറ്റവും വലിയ തെറ്റ് അല്ലെങ്കിൽ കുറവ്. നമ്മുടെയും പ്രശ്നം അതുതന്നെയാണ്. നമ്മൾ കരുതുന്നു നമ്മുടെ കയ്യിൽ ഒരുപാട് സമയമുണ്ടെന്ന്. എന്നാൽ സത്യത്തിൽ അങ്ങനെയല്ല. സമയം നമുക്ക് വെറുതെ കിട്ടുന്നതാണ്, എന്നാലും വളരെ വിലപ്പെട്ടതാണ്. ഒരിക്കലും അത് നമുക്ക് സമ്പത്ത് പോലെ സ്വരൂപിച്ചു വെക്കാൻ പറ്റില്ല. പണം വന്നുപോയാൽ നമുക്ക് വീണ്ടും നേടാൻ സാധിക്കും. എന്നാൽ സമയം നമുക്ക് വെറുതെ കിട്ടിയാൽ പോലും നമ്മളതിൻ്റെ അധിപനാവില്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. എന്നും രാവിലെ നിങ്ങളുടെ അക്കൗണ്ടിൽ 86,400 രൂപ വന്നു. ഒന്നുകിൽ നിങ്ങളത് ചിലവാക്കി തീർക്കണം, അല്ലെങ്കിൽ അത് വെറുതെ പോകും എന്ന് പറയുന്ന പോലെയാണ് സമയം. ഇത് എന്നും വരും. നിങ്ങൾക്ക് എത്ര ചിലവാക്കാമോ അത്രയും ചിലവാക്കാം, അല്ലെങ്കിൽ അത് വെറുതെ പോകും. ഒരു മനുഷ്യൻ്റെ ശരാശരി ജീവിതമെന്ന് പറയുന്നത് 60-80 വയസ്സ് വരെയാണ്. അതിൽ 20 മുതൽ 23 വർഷം വരെ, അതായത് ഏകദേശം 30% നമ്മൾ ഉറങ്ങിത്തീർക്കും. ഏറ്റവും കൂടുതൽ നമ്മൾ ചിലവാക്കുന്നത് ഇവിടെയാണ്. 10 മുതൽ 12 വർഷം നമ്മൾ ജോലി ചെയ്യും. 3-4 വർഷം നമ്മൾ ആഹാരം കഴിക്കാൻ ചിലവാക്കും. 8-9 വർഷം നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചിലവാക്കും. 4 മുതൽ 5 വർഷം വരെ നമ്മൾ വിദ്യാഭ്യാസത്തിനായി ചിലവാക്കും. ഇനിയുള്ള സമയം നാം എങ്ങനെയാണ് ചിലവാക്കുന്നത്? സമയം പൈസയേക്കാളും മൂല്യമുള്ളതാണ്. സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നാൽ പൈസ കൊടുത്ത് സമയം വാങ്ങുക സാധ്യമല്ല. ഒരിക്കൽ സ്റ്റീവ് ജോബ്സ് പറയുണ്ടായി, നിങ്ങളുടെ കയ്യിൽ നിശ്ചിത സമയമേ ഉള്ളൂ, അത് മറ്റുള്ളവരുടെ ജീവിതം ജീവിച്ച് കളയരുത്. ഇനി ഒരു ബാഡ് ന്യൂസും ഒരു ഗുഡ് ന്യൂസും പറയാം. ബാഡ് ന്യൂസ്, സമയം നിങ്ങളുടെ കൺട്രോളിലല്ല. എന്നാൽ ഗുഡ് ന്യൂസ് ഇതാണ്, സമയത്തിൻ്റെ പൈലറ്റ് നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാം. ഒരു വർഷത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു വിദ്യാർത്ഥിയോട് ചോദിച്ചു നോക്കൂ. ഒരു വിഷയത്തിൽ മാർക്ക് കുറഞ്ഞത് കാരണം ഒരു വർഷം നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന വിഷമം എന്താണെന്ന് അവൻ പറഞ്ഞു തരും. ഇനി ഒരു മാസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു സ്ത്രീയോട് ചോദിച്ചു നോക്കൂ. 9-ാം മാസത്തിൽ കുഞ്ഞ് നഷ്ടപ്പെട്ട വിഷമം എന്താണെന്ന്. ഇനി ഒരു ദിവസത്തിൻ്റെ വില അറിയണമെങ്കിൽ ഒരു പണിക്കാരനോട് ചോദിച്ചു നോക്കൂ. അന്നന്ന് ജോലി ചെയ്ത് ഉപജീവനം നടത്തുന്ന ആളിന് ജോലിയില്ലാതായാലുള്ള വിഷമം അറിയാൻ. ഇനി ഒരു മണിക്കൂറിൻ്റെ വില അറിയണമെങ്കിൽ പ്രേമികളോട് ചോദിച്ചു നോക്കൂ. എത്രയോ കാലം കാത്തിരുന്നിട്ടാണ് ഒരുമിച്ച് ഒന്ന് സംസാരിക്കാൻ 1 മണിക്കൂർ അവസരം കിട്ടിയത്. ഒരു മിനിറ്റിൻ്റെ വില അറിയണമെങ്കിൽ മിനിറ്റ് വ്യത്യാസത്തിൽ ഫ്ലൈറ്റ് മിസ്സായ ആളോട് ചോദിച്ചു നോക്കൂ. ഇനി നിങ്ങൾക്കൊരു സെക്കൻഡിൻ്റെ വിലയാണ് അറിയേണ്ടതെങ്കിൽ 1 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് ഒരാളോട് ചോദിച്ചു നോക്കൂ. മില്ലി സെക്കൻഡിൻ്റെ വില അറിയണമെങ്കിൽ 1 മില്ലി സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ ഒളിമ്പിക്സ് മെഡൽ നഷ്ടമായത് എങ്ങനെയെന്ന് ഒരു വ്യക്തിയോട് ചോദിച്ചു നോക്കൂ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സമയം മറ്റുള്ളവരാണ് കളയുന്നത് എന്നാണ്. എന്നാൽ സത്യത്തിൽ അതിനുള്ള അനുവാദം അവർക്ക് നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത്. നമ്മുടെ സമയം അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടി ഒരിക്കലും ചിലവാക്കരുത്. അവരുടെ ജീവിതത്തിൽ നമുക്കൊരു സ്ഥാനവുമില്ലെങ്കിൽ. നമ്മുടെ ഉള്ളിൽ നിന്ന് 2 ശബ്ദങ്ങൾ നാം കേൾക്കുന്നുണ്ടാകും. ഒന്ന്, നീ പെർഫെക്റ്റ് ആണ്, നിനക്ക് ഈ സമയം കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. മറ്റൊരു ശബ്ദം ഇതാണ്, നിന്നെ ഒന്നിനും കൊള്ളില്ല, ഈ സമയം കൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, നിന്റെ ചുറ്റിനുമുള്ള ആളുകളും കൊള്ളില്ല, നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ ആയിരിക്കും. നമ്മൾ കൂടുതൽ കേൾക്കുന്നതും 2ാമത്തെ ശബ്ദമായിരിക്കും. ഇനി ജീവിതം എങ്ങനെയാകുമെന്നത് നിങ്ങൾ ഏത് ശബ്ദമാണ് കൂടുതൽ കേൾക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ആദ്യത്തെ ശബ്ദം കേൾക്കുന്നവർക്ക് സമയം പറക്കുകയായിരിക്കും, ഒന്നിനും സമയം തികയാത്തതുപോലെ. എന്നാൽ 2ാമത്തെ ശബ്ദം കേൾക്കുന്ന ആൾക്ക് ഓരോ ദിവസവും വർഷങ്ങൾ പോലെ തോന്നുന്നു. ഇനി നിങ്ങളുടെ കയ്യിലുള്ള സമയം എങ്ങനെ ചിലവാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. സമയം കാത്തു നിൽക്കില്ല.